30,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇന്ന് ഈ ചാനലിലുള്ളത്. താങ്ക് യു സോ മച്ച്. ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തീയലിന്റെ റെസിപ്പിയാണ്. ഉള്ളിയും കടലയും കൂടെ ചേർത്തിട്ടുള്ള ഒരു തീയലാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സമയമെടുത്ത് നല്ല മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതിനെ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. തീയലിലോട്ടുള്ള പുളിവെള്ളമാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. 1.5 കപ്പ് നേരിയ ചൂടുവെള്ളത്തിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഗോൾഡൻ ആവാനുണ്ട്. അതിന് മുന്നേ നമുക്കിതിലോട്ട് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ചേർക്കാൻ തുടങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ പൊടികളൊന്നും അങ്ങനെ കരിഞ്ഞു പോകില്ല. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് വളരെ നന്നായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളുടെയും പച്ചമണം വളരെ നന്നായിട്ട് മാറണം. അതുവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റോളം ഇട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഇത് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലത്തെ കുത്തലെല്ലാം മാറിയിട്ടുണ്ട്, അതായത് പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വഴറ്റിക്കൊണ്ടിരുന്ന അതേ പാനിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചൂട് പിടിച്ച് അതിങ്ങനെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാനും പാടില്ലല്ലോ. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയുടെ കൂട്ടിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാണ്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ നിർത്തി അരയ്ക്കുക. അങ്ങനെ അരയ്ക്കുമ്പോൾ ഈ തേങ്ങയുടെ അകത്തുള്ള എണ്ണ തന്നെ പുറത്ത് വരും. അപ്പോൾ ആ ഒരു മോയ്സ്നെസ് വരും. മനസ്സിലായോ? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് സമയമെടുക്കും. പതുക്കെ ഇങ്ങനെ നിർത്തി അരച്ച് എടുക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ, അതായത് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ തേങ്ങയുടെ അകത്ത് അധികം അങ്ങോട്ട് ഓയിൽ കണ്ടൻറ്റ് ഇല്ലാത്തൊരു തേങ്ങ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അരഞ്ഞ് കിട്ടിയുള്ളൂ. പക്ഷെ നല്ല ഇനം തേങ്ങയ്ക്കാണെങ്കിൽ നന്നായിട്ട് ഓയിൽ കണ്ടൻറ്റ് വരികയും ചെയ്യും, കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മിക്സി അത്രയ്ക്കും നല്ലൊരു മിക്സി അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണോണ്ടും പ്രശ്നമില്ല. പക്ഷെ മാക്സിമം വെള്ളം കുറച്ച് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചുവന്നുള്ളിയാണ് കേട്ടോ, ചെറിയുള്ളി. ഇത് ഏകദേശം ഒരു 15 ചുവന്നുള്ളിയോളം നമുക്ക് എടുക്കാം. നല്ല വലിയ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ആയിട്ട് മുറിച്ചിടാം. പക്ഷെ ചെറുതാണെങ്കിൽ മുഴുവനോടെയാണ് നമ്മൾ സാധാരണ ഉള്ളിത്തേലിൽ ഇടാറുള്ളത്. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഇത് 1 കപ്പ് വേവിച്ച നമ്മുടെ കറുത്ത കടലയാണ്. അപ്പോൾ തലേദിവസം രാത്രി ഞാൻ കുറച്ച് കറുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷം. എന്നിട്ട് രാവിലെ ഞാൻ കുക്കറിൽ നന്നായിട്ട് ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചതിന് ശേഷമാണ് 1 കപ്പ് എന്നുള്ള മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമായിരിക്കും ഈ തീയലിൽ നമ്മൾ കടല ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടലേനെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കടല വേവിക്കുമ്പം കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും
അതിൻ്റെ കൂടെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കടല വേവിക്കുകയാണെങ്കിൽ ഈ കടല കറിയിലിട്ട് കഴിയുമ്പോഴേക്കും പ്രത്യേക സ്വാദായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള കടല നമ്മൾ വെന്ത് കഴിയുമ്പം വിസിലെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിൽ ആ വെള്ളം കളയാണ്ട് തുറന്ന് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോകും. കാരണം ആ വെള്ളം കളയുവാണെങ്കിൽ ആ കടലയുടെ ഗുണവും പോകും, ടേസ്റ്റും പോകും. അതുകൊണ്ട് തന്നെ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അത് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പം കടുക് പൊട്ടിക്കണതിൻ്റെ കൂടെ വേണം ചേർക്കാനായിട്ട്. ഒരു 5-6 മണി ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. അസഫെറ്റീഡ പൗഡർ, അതായത് കായത്തിൻ്റെ പൊടി ഒരു നുള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് 1.5 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനെ ഒരു 3-4 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിഷ്ടമുള്ള ഒരു പരുവം ആവുന്ന വരെ നമുക്കിതിനെ മിക്സ് ചെയ്യാം. കുറച്ച് കുറുകി വേണമെങ്കിൽ അതുപോലെ എടുക്കാം, ലൂസായിട്ട് വേണമെങ്കിൽ അതുപോലെ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ പാകമാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീയലിന് ഒരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ശർക്കര ചേർക്കുവാണ്. ഇത് നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ ഇതും കൂടെ ചേർക്കുവാണെങ്കിൽ തീയലിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും. കടല ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതും അതുപോലെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.